نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പൂർണ്ണമായി തഖ്വ ചെയ്യുന്ന അവൻ്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ നാം അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നശ്വരമായ ഈ ദുനിയാവിൽ ആഖിറത്തിലേക്ക് സമ്പാദിക്കുവാനായി നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നിങ്ങനെ തുടങ്ങി നമ്മുടെ ബന്ധുമിത്രാദികളായ ആളുകൾ, നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ വലിയൊരു അനുഗ്രഹത്തെ പറ്റി അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അവരിലേക്ക് അയക്കുക വഴി അവർക്ക് വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആയത്തുകൾ ഓതിക്കൊണ്ട് അവർക്ക് ആ പരിശുദ്ധമായ ഖുർആനിനെ പഠിപ്പിക്കുകയും അവരുടെ സ്വഭാവത്തെ സംസ്കരിക്കുകയും ചെയ്യുന്ന അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിരിക്കുന്നത്. വൈകാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. തീർച്ചയായും ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് പ്രവാചകനെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നതിന് മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ ഉമ്മത്തിലേക്ക് നിയോഗിച്ചു എന്നത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്.
നബി തങ്ങളുടെ ജീവിതം നാം എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നബി തങ്ങളുടെ സഹാബാക്കളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളായിരുന്നു. സഹാബാക്കളെ സംബന്ധിച്ച് അവരും തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്വഹാബികളോട് മാത്രമുള്ള സ്നേഹമല്ല തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും പ്രകടമായിരുന്നത്. മറിച്ച് ഇനി വരാനിരിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളോടും മുഅ്മിനീങ്ങളോടും നബി തങ്ങളുടെ സ്നേഹം പലപ്പോഴായി നബി തങ്ങളെ പ്രകടിപ്പിക്കുന്നതായിട്ട് ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ്, അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദ് നബവിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് അവിടെയുള്ള ഖബറുകൾ സിയാറത്ത് ചെയ്യുകയുണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴുള്ള ദുആ പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്നുള്ള ദുആ പറഞ്ഞതിന് ശേഷം, അവർക്ക് സലാം പറഞ്ഞതിന് ശേഷം നബി തങ്ങളുടെ സ്വഹാബാക്കളോട് ഇങ്ങനെ പറയുകയുണ്ടായി, വദിത്തു അന്നാ ഖദ റഅയ്നാ ഇഖ്വാനന, എൻ്റെ സഹോദരങ്ങളെ ഞാനൊന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ കൊതിച്ചു പോവുകയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തങ്ങളുടെ സഹോദരങ്ങളല്ലയോ എന്ന് നബി തങ്ങളോട് ചോദിക്കുകയുണ്ടായി. നബി തങ്ങൾ മറുപടി പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബാക്കളാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നെ നേരിൽ കണ്ടുകൊണ്ട് ഞാനുമായി സന്ധിച്ചുകൊണ്ട് എന്നിൽ വിശ്വസിച്ച ആളുകളാണ് നിങ്ങൾ എൻ്റെ സഹാബാക്കളാണ്, അനുചരന്മാരാണ്. എൻ്റെ സഹോദരങ്ങൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വൈഖ്വാനന അല്ലദീന ലം യബ്തു ബഅദു, എനിക്ക് ശേഷം നമ്മുടെ ഈ കാലഘട്ടത്തിന് ശേഷം വരികയും എന്നെ കാണാതെ ഞാൻ കൊണ്ടുവന്ന ഈ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ നടപടിക്രമങ്ങളെയും എന്നെ കാണാതെ എന്നിൽ വിശ്വസിക്കുന്ന ആളുകളെയാണ് ഞാൻ എൻ്റെ സഹോദരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയും ആയിഷ ബിബി റളിയല്ലാഹു അൻഹയും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, മുഴുവൻ മുഅ്മിനീങ്ങൾക്കുമായി ഇനിയും വരാനിരിക്കുന്ന മുഅ്മിനീങ്ങൾക്കായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാത്രി നമസ്കാരങ്ങളിലുള്ള ദുആകളിൽ പ്രത്യേകം അവർക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. അഥവാ നമുക്കൊക്കെ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി ദുആ ചെയ്തിരുന്നു എന്ന് നബി തങ്ങളുടെ ഭാര്യമാരും നബി തങ്ങളുടെ മകളുമെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഹിദായത്ത് നൽകിയെന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. നമുക്ക് ഹിദായത്ത് നൽകിയെന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ പെടാനുള്ള ഭാഗ്യം നമുക്ക് തന്നതാണ് രണ്ടാമതായി ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്നത്. നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് മുഴുവൻ ആളുകളും അവരുടെ വിചാരണ ആരംഭിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് എല്ലാ പ്രവാചകന്മാരോടും വിചാരണ തുടങ്ങുവാൻ വേണ്ടി അള്ളാഹുവിനോട് അപേക്ഷിക്കാൻ വേണ്ടി പറയുമ്പോൾ അവസാനമായി അള്ളാഹുവിനോട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കും. അതുപോലെ തന്നെ എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആ നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദുആയെ മഹ്ശറയിലേക്ക് വേണ്ടി ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ, എല്ലാ ഓരോ നബിമാർക്കും സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആ ഉണ്ടായിരിക്കും. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹു, എല്ലാ നബിമാരും അവരുടെ ആ സ്വീകരിക്കപ്പെടുന്ന ദുആ അത് ചെയ്തു കഴിഞ്ഞു. വഇന്നി ഇഖ്തബത്തു ദഅവതി, ഞാൻ എൻ്റെ ആ സ്വീകരിക്കപ്പെടുന്ന ദുആ അത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിന് ശഫാഅത്തായിക്കൊണ്ട് ശുപാർശയായിക്കൊണ്ട് ആ ദുആയെ ഞാൻ ഉപയോഗിക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരായിരുന്നു എന്നതുകൊണ്ട് മാത്രമല്ല,
മറിച്ച് ഒരു മുഅ്മിനാകാൻ നബി തങ്ങളെ പൂർണ്ണമായി സ്നേഹിക്കൽ, നമ്മുടെ സ്വന്തത്തെക്കാളും മറ്റുള്ള എല്ലാ സമ്പത്തിനേക്കാളും കുടുംബത്തെക്കാളും എല്ലാം നബി തങ്ങളെ സ്നേഹിക്കൽ ഓരോ മുഅ്മിനിന്റെയും മേൽ നിർബന്ധമായ കാര്യമാണ്. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. لا يؤمن أحدكم നിങ്ങളിൽ ഒരാളും പൂർണ്ണ മുഅ്മിനാവുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് വരെ, ഞാൻ അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും പൂർണ്ണ മുഅ്മിനാവുകയില്ല. മിൻ വാലിദിഹി, അവന്റെ മാതാപിതാക്കളെക്കാൾ അവന് ഇഷ്ടമുള്ളത് എന്നോടാവണം. വവലദിഹി, അവന്റെ മക്കളെക്കാൾ എന്നോട് ഇഷ്ടമുണ്ടാവണം. വന്നാസി അജ്മഈൻ, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും മുഴുവൻ സമ്പത്തിനേക്കാളും എന്നോടായിരിക്കണം ഏറ്റവും ഇഷ്ടമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉള്ള നമ്മുടെ സ്നേഹം നമ്മ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് അമലുകളിലൂടെ നമുക്ക് നബി തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബിയോടും അല്ലാഹുവിനോടുമുള്ള സ്നേഹമായിരിക്കണം ഏറ്റവും പ്രഥമ സ്ഥാനത്തുണ്ടായിരിക്കേണ്ടതെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും, നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും നിങ്ങളുടെ സഹോദരങ്ങളെക്കാളും ഇണകളെക്കാളും വഅശീറത്തുക്കും, നിങ്ങളുടെ ബന്ധുമിത്രാദികളെക്കാളും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന സമ്പത്തിനേക്കാളും വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, നിങ്ങൾ നഷ്ടം ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ നിർവഹിക്കുന്ന നിങ്ങളുടെ കച്ചവടത്തെക്കാളും വമസാകിനു തർദൗനഹ, നിങ്ങൾക്ക് സ്വസ്ഥമായി സമാധാനമായി കിടന്നുറങ്ങാൻ സാധിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളെക്കാളും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവും അവന്റെ പ്രവാചകരും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കണം. അങ്ങനെയല്ല എങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും തീരുമാനം നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹുവിനോടും റസൂലിനോടും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുമുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാസിഖീങ്ങളായ ആളുകൾക്ക് ഹിദായത്ത് നൽകുകയില്ല എന്നാണ്. അഥവാ മുഫസ്സിരിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ഈ സ്നേഹം ഒരാളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടില്ല എങ്കിൽ അവന്റെ ഉള്ളിൽ ഫിസ്കിന്റെ സ്വഭാവം ഉണ്ടെന്ന് അവൻ ഭയപ്പെടണമെന്ന് മുഫസ്സിരിങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറയുന്നുണ്ട്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്വന്തത്തേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടതായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി പറയുന്നുണ്ട്, നബിയെ, എൻ്റെ സ്വന്തം ശരീരത്തെ ഞാൻ സ്നേഹിക്കുന്ന, അത് കഴിഞ്ഞിട്ട് രണ്ടാമതായി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നബിയെ നിങ്ങളോടാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തിരുത്തി പറയുകയുണ്ടായി, ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിക, ഉമറെ, നിന്റെ ശരീരത്തെക്കാളും നിന്റെ സ്വന്തത്തെക്കാളും ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിന്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുത്തി പറയുകയുണ്ടായി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്വന്തം ശരീരത്തെക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അൽ ആന യാ ഉമർ, ഉമറെ, ഇപ്പോൾ നിന്റെ ഈമാൻ പൂർണ്ണമായിരിക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയുണ്ടായി. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, സലാസൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, മൂന്ന് കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്നതാണ്. ആ കൂട്ടത്തിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി പറഞ്ഞത് അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, ഒരു മനുഷ്യന്, ഒരു മുഅ്മിനായ വ്യക്തിക്ക് അല്ലാഹുവും റസൂലും മറ്റുള്ള എല്ലാത്തിനേക്കാളും അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കലാണ്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുമെന്ന്
അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. ഹിജ്റയുടെ വേളയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് പേടിച്ചുകൊണ്ട് നബി തങ്ങളുടെ എല്ലാ വശങ്ങളിലുമായി മാറി മാറി നടന്നിരുന്ന സംഭവം നമ്മുടെ ചരിത്രത്തിൽ വായിച്ചതാണ്. അതുപോലെ തന്നെ അവരെ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവിടെ ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവേശിച്ചുകൊണ്ട് അവിടെയുള്ള എല്ലാ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുകയുണ്ടായി. ഇത്തരത്തിൽ സ്വഹാബാക്കളുടെ ഓരോ സംഭവങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിലും അവർക്ക് അവരുടെ വാക്കുകളിൽ മാത്രമായിരുന്നില്ല, മറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങള് തൊട്ടുടനെ ഉമറെ ഇപ്പോൾ നിന്റെ ഈമാൻ പൂർത്തിയായി എന്ന് മറുപടി കൊടുക്കാൻ പാകത്തിൽ അവർ നബി തങ്ങളോട് ഇഷ്ടമുള്ളവരായിരുന്നു. അവരുടെ പ്രവർത്തനത്തിൽ അത് പ്രകടമായിരുന്നു. ഓരോ സഹാബിയുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാലും ഇങ്ങനെയുള്ള അനേകം ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഹിജ്റയുടെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാനമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ നബി തങ്ങളുടെ ഒരുപാട് അമാനത്ത് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. മക്കയിലെ ഖുറൈശികളായ ആളുകൾ തന്നെ നബി തങ്ങളുടെ അടുക്കൽ സൂക്ഷിപ്പ് മുതലായി ഏൽപ്പിച്ച ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. നബി തങ്ങൾ അത് അവരുടെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തുകയാണ്. ഒട്ടും ഭയമില്ലാതെ ചിലപ്പോൾ ശത്രുക്കൾ നബിയാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ വകവരുത്തിയേക്കാമെന്ന് അറിവുണ്ടായിട്ട് പോലും അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ആ വിരിപ്പിൽ കിടക്കുകയാണ്. ഇതായിരുന്നു ഓരോ സഹാബികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം. അതുപോലെ തന്നെ ഉഹദ് യുദ്ധ സന്ദർഭത്തിൽ ആദ്യം വിജയിച്ചതിന് ശേഷം മുസ്ലിമീങ്ങൾക്ക് തിരിച്ചടി നേരിട്ടപ്പോൾ നബി തങ്ങളെ ശത്രുക്കൾ കൂട്ടമായി ആക്രമിക്കാൻ വേണ്ടി വരികയുണ്ടായി. ആ സമയത്ത് എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സുരക്ഷിതമായി കൊണ്ടൊരു വലയം തീർത്തപ്പോൾ ഒരുപാട് സ്വഹാബികൾ ആ ഒരു തിരിച്ചടിയിൽ ഷഹീദാവുകയുണ്ടായി. തുൽഹ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നുണ്ട്, 80-ൽ പരം വാളുകൊണ്ടുള്ള വെട്ടോ അല്ലെങ്കിൽ കുന്തം കൊണ്ടുള്ള മുറിവുകളോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഈ ഒരു രൂപത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിങ്ങളുടെ സ്വന്തത്തെക്കാളും നിങ്ങൾ നബിയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളെക്കാൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ എല്ലാ ബന്ധുക്കളെക്കാളും നമ്മുടെ സമ്പത്തിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ എങ്ങനെയാണ് കഴിയുക എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രഥമമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായി അനുസരിക്കുക എന്നതാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ വറസൂല ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, ഫത്തബിഊനി എന്നെ നിങ്ങൾ പിൻപറ്റണം എന്ന് നബിയെ നിങ്ങൾ അവരോട് പറയുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ പൂർണ്ണമായി പിൻപറ്റുകയാണെങ്കിൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരുന്നതാണെന്ന് സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. അതുപോലെ രണ്ടാമതായി നബി തങ്ങളോടുള്ള ഇഷ്ടം കാണിക്കേണ്ടത് നബി തങ്ങൾ കൊണ്ടുവന്ന എല്ലാ നബി തങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ മുഅ്ജിസത്തും നബി തങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും സത്യമാണെന്ന് വിശ്വസിക്കുന്നതിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ സിഫത്തായി കൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് അവർ അല്ലാഹുവിലും റസൂലിലും പൂർണ്ണമായി വിശ്വസിക്കുകയും സുമ്മ ലം യർതാബു, പിന്നീട് നബി തങ്ങളോ അല്ലാഹുവോ പറഞ്ഞ ഒരു കാര്യത്തിൽ പോലും ചെറിയ രീതിയിൽ പോലും അവർക്ക് സംശയം ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ഒരു രൂപത്തിലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നമ്മൾ പ്രകടമാക്കേണ്ടതുണ്ട്. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين. നബി തങ്ങളിൽ വിശ്വസിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ഈമാൻ സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷം
നബി തങ്ങളിൽ നിന്നുള്ള നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്ത അല്ലെങ്കിൽ ഇതൊന്നും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ആയത്തിനെയോ ഹദീസിനെയോ തള്ളിപ്പറയുകയാണെങ്കിൽ, അതിൽ വിശ്വാസത്തിന് സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും അവർ മുഅ്മിനീങ്ങളുടെ വഴിയല്ലാത്ത തെറ്റായ വഴിയാണ് പിന്തുടരുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം. അല്ലാഹു പറയുന്നു, അവർ അങ്ങനെ തെറ്റായ ദിശയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശരിയായ പാതയിൽ നിന്നും വഴിതിരിച്ചു വിടുകയും അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുകയും പൂർണ്ണമായും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെയും ഒരുപാട് ആയത്തുകളിലൂടെ പറയുന്നുണ്ട്. ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم. നബി തങ്ങളെ പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ട് നബി തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അനുഗ്രഹം ചെയ്ത ആളുകളുടെ കൂട്ടത്തിലായിരിക്കും അവർ. മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാരുടെയും സത്യസന്ധന്മാരായ സിദ്ദീഖുകളായ ആളുകളോട് കൂടെയും ഷഹീദുകളുടെ കൂടെയും സ്വാലിഹീങ്ങളുടെ കൂടെയുമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവർക്ക് സ്ഥാനം നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ അതിനെല്ലാം പൂർണ്ണമായി നിങ്ങൾ പിൻപറ്റണം. വമാ നഹാകും അൻഹു ഫൻതഹൂ. നിങ്ങളോട് എന്തെങ്കിലും കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യണം. ഈ രൂപത്തിലായിരിക്കണം ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ സ്നേഹത്തെ നാം പ്രകടിപ്പിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സഹവസിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിൽ നബി തങ്ങളുടെ കൂടെ നമുക്ക് സഹവാസം കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വഹാബികളിൽ ചില ആളുകൾ നബി തങ്ങളോട് തങ്ങളെ നിങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഒന്നാമതായി അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിശദീകരിച്ചത്. അല്ലാഹുവിനെയും റസൂലിനെയും പൂർണ്ണമായി പിൻപറ്റിയ ആളുകൾ നാളെ നബിമാരുടെയും സിദ്ദീഖുകളുടെയും കൂടെയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അതുപോലെ മറ്റൊരിക്കൽ നബി തങ്ങൾ പറയുകയുണ്ടായി, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. നിഷേധിച്ചവരൊഴികെ ബാക്കിയുള്ള എൻ്റെ ഉമ്മത്തിലെ എല്ലാ ആളുകളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. യാ റസൂലല്ലാഹ് വമൻ യഅബാ. സ്വഹാബികൾ ചോദിച്ചു, നബിയെ അനുസരിക്കാത്തവർ അല്ലെങ്കിൽ ധിക്കരിച്ചവർ എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്? നബി തങ്ങൾ പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. എന്നെ പൂർണ്ണമായി അനുസരിച്ചവൻ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, എൻ്റെ കാര്യങ്ങളിൽ അനുസരണക്കേട് കാണിക്കുന്നവൻ അവൻ നരകത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ദുൽഖുവൈസറത്തുൽ യമാനി എന്ന് പറയുന്ന ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി, മതസ്സാഅ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. നബി തങ്ങൾ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, വമാദാ അഅദത്ത ലഹ. നീ ആ ഒരു ദിവസത്തിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്, നീ എന്താണ് അതിനുവേണ്ടി തയ്യാറെടുത്തിട്ടുള്ളതെന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. നബിയെ പ്രത്യേകിച്ച് ഞാനൊന്നും തയ്യാറാക്കിയിട്ടില്ല, ഒരുപാട് അമലുകളൊന്നും എനിക്കില്ല. മറിച്ച് എനിക്ക് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോടും റസൂലിനോടുമാണെന്ന് ആ സ്വഹാബി മറുപടി പറയുകയുണ്ടായി. നീ നാളെ ആരെയാണോ സ്നേഹിച്ചത് അവരോട് കൂടെ ആയിരിക്കും
നീ നാളെ ഖിയാമത്ത് നാളിൽ ഉണ്ടാവുക എന്ന് അദ്ദേഹത്തോട് മറുപടി പറയുകയുണ്ടായി. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ബഅദൽ ഇസ്ലാം, ഇസ്ലാമിന് ശേഷം ഞങ്ങൾ ഇതുപോലെ ആ ദിവസത്തിൽ ഇതുപോലെ സന്തോഷിച്ചിട്ടില്ല. ഫർഹനാ ബിഖൗലി നബിയ്യി ഇന്നക മഅ മൻ അഹ്ബബ്ത, നബി തങ്ങൾ നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോട് കൂടെയായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞങ്ങൾക്ക് ഇസ്ലാമിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായത്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിരുന്നു. അതുകൊണ്ട് നാളെ ഖിയാമത്ത് നാളിൽ തങ്ങളോട് കൂടെ ചേരാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോഴാണെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മറ്റൊരിക്കൽ റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ രാത്രി ഒരു ദിവസം കഴിയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിദ്മത്തുകൾ ചെയ്യാൻ വേണ്ടി, സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി സ്വഹാബികളിൽ പല ആളുകളും നബി തങ്ങളുടെ കൂടെ കഴിയാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു ദിവസം നബി തങ്ങളുടെ കൂടെ സഹവസിച്ചപ്പോൾ ഫാതൈതുഹു ബിവദൂഇഹി വഹാജതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ ആവശ്യ നിർവഹണത്തിനും അതുപോലെ തന്നെ വുളു എടുക്കാനുമൊക്കെയുള്ള വെള്ളം ഞാൻ തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ഫഖാലലി സൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, നീ എന്തെങ്കിലുമൊക്കെ ചോദിച്ചോ. കാരണം നബി തങ്ങൾ ആവശ്യപ്പെടാതെ നബി തങ്ങളുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് ഞാൻ നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തപ്പോൾ നബി തങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവുകയുണ്ടായി. അങ്ങനെ നബി തങ്ങളോട് എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ഫഖുൽതു, അപ്പോൾ ഞാൻ നബി തങ്ങളുടെ ആ ചോദ്യം കേട്ട ഉടനെ ഞാൻ മറുപടി പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ നാളെ സ്വർഗ്ഗത്തിൽ അങ്ങയോട് കൂടെ സഹവസിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നതെന്ന് ആ സ്വഹാബി മറുപടി പറയുകയുണ്ടായി. ഖാല അവഗൈറ ദാലിക്, നബി തങ്ങൾ ചോദിച്ചു, മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? ഫഖുൽതുഹു വദാക, ഇല്ല നബിയെ, മറ്റൊരു ആവശ്യവുമില്ല, എൻ്റെ ഒരു ആവശ്യം ഇത് മാത്രമാണ്, നാളെ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ കൂടെ എനിക്കുണ്ടാകണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. ഖാല ഫഅഇനി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് മറുപടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരുപാട് സുജൂദ് ചെയ്തുകൊണ്ട് ആ വിഷയത്തിൽ എന്നെ സഹായിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ രൂപത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തെ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. സഹാബികൾ അവരുടെ സ്വന്തം ശരീരം തന്നെ, അവരുടെ സ്വന്തം ജീവൻ തന്നെ പണയപ്പെടുത്തിക്കൊണ്ട് നബി തങ്ങളോടുള്ള സ്നേഹം അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ നബി തങ്ങളെ പൂർണ്ണമായി പിൻപറ്റുകയും നബി തങ്ങളുടെ ഓരോ സുന്നത്തുകളും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തെ പ്രകടമാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരണം വരെയും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ഈമാനിൽ സംശയമൊന്നുമില്ലാതെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.